ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഇൻസ്ട്രുമെൻ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യൂസസും നമ്മൾ ഡ്രോയിങ് ബോർഡ്, ഡ്രോയിങ് ഷീറ്റ്, T-സ്ക്വയർ അങ്ങനെ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കി. അപ്പോൾ അതിൻ്റെ ബാക്കി ഇൻസ്ട്രുമെൻറ്റിൻ്റെ ക്ലാസ് നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് സ്കെയിലാണ്. സ്കെയിലിൽ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ആ സെയിം ഒബ്ജക്റ്റിൻ്റെ ഗ്രൗണ്ടിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിൻറ്റ്സ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ ഡ്രോയിങ് ടു ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെയിം പോയിൻ്റ് ഓൺ ദ ഗ്രൗണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ആ സെയിം ഒബ്ജക്റ്റിൻ്റെ ഗ്രൗണ്ടിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ത്രീ ടൈപ്സ് ഓഫ് സ്കെയിൽസ് ഉണ്ട്. അതിലാദ്യത്തതാണ് റെഡ്യൂസർ സ്കെയിൽ. ത്രീ ടൈപ്സ് ഓഫ് സ്കെയിൽ ഉണ്ട്. അതിലാദ്യത്തതാണ് റെഡ്യൂസർ സ്കെയിൽ, എൻലാർജ്ഡ് സ്കെയിൽ, ഫുൾ സൈസ് സ്കെയിൽ. റെഡ്യൂസർ സ്കെയിൽ, എൻലാർജ്ഡ് സ്കെയിൽ, ഫുൾ സൈസ് സ്കെയിൽ. ഈ റെഡ്യൂസർ സ്കെയിൽ നമുക്കറിയാം, ഈ മാപ്പ്, പ്ലാന് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെഡ്യൂസർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. അതായത് വലിയൊരു ഒബ്ജക്റ്റിനെ ചെറുതാക്കി വരയ്ക്കാൻ വേണ്ടിയാണ് റെഡ്യൂസർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗ് പർപ്പസിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ റെഡ്യൂസർ സ്കെയിലാണ്. അതായത് നമ്മളിപ്പം 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടോ ഇപ്പോൾ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, അപ്പം നമ്മൾ കറക്റ്റ് ഒറിജിനൽ സ്കെയിലിൽ വരയ്ക്കുക എന്നത് നമുക്ക് പേപ്പറിൽ വരയ്ക്കുക എന്നത് ഇത്തിരി ഡിഫിക്കൾട്ടാണ്, പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ വരുമ്പോൾ അതിൻ്റെ സ്കെയിലാക്കി മാറ്റി റെഡ്യൂസർ സ്കെയിലാക്കിയിട്ട് നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ വരയ്ക്കും. അങ്ങനെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് റെഡ്യൂസർ സ്കെയിൽ. അതിന് ഒരു എക്സാമ്പിളാണ് 1:100. അപ്പം വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ 1:2. ഇതൊക്കെ റെഡ്യൂസർ സ്കെയിൽ എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ എൻലാർജ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ മെഷീൻ പാർട്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻലാർജ്ഡ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് 100:1, 2:1. ഇതൊക്കെ എൻലാർജ്ഡ് സ്കെയിലിന് എക്സാമ്പിളാണ്. ഈ മെഷീൻ പാർട്സ് എന്ന് പറയുമ്പോൾ ചില മെഷീൻസിൻ്റെ ചെറിയ പാർട്സൊക്കെ നമുക്ക് ഡ്രോയിങ് ആക്കി മാറ്റുമ്പോൾ കുറച്ച് വലുതായിട്ട് കാണിക്കാം. അപ്പം വലുതായിട്ട് കാണിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ എൻലാർജ്ഡ് സ്കെയിൽ ഉപയോഗിക്കുന്നത്. ദെൻ ഫുൾ സൈസ് സ്കെയിൽ ആക്ച്വൽ ഡയമെൻഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ ഒറിജിനൽ ഡയമെൻഷനിൽ വരയ്ക്കുന്ന സ്കെയിലിനെയാണ് ഫുൾ സൈസ് സ്കെയിൽ എന്ന് പറയുന്നത്. അത് 1:1 ആണ്. അതിൻ്റെ എക്സാമ്പിൾ 1:1 ആണ്. ദെൻ നമ്മൾ സാധാരണ ഡ്രോയിങ്സിനൊക്കെ ഉപയോഗിക്കുന്ന സ്കെയിൽ അതിൽ 15 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലിൻ്റെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ. ഇത് നിമി ബേസ്ഡ് പോയിൻ്റ് ആണ്. 15 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലിൻ്റെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണ്. 30 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലിൻ്റെ വിഡ്ത്ത് 3.5 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലിൻ്റെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററും 30 സെൻറ്റിമീറ്റർ നീളമുള്ള സ്കെയിലിൻ്റെ വിഡ്ത്ത് 3.5 സെൻറ്റിമീറ്ററുമാണ്. ദെൻ ലെങ്ത് നോട്ട് മെൻഷൻഡ്, അതായത് ഇപ്പം 15 സെൻറ്റിമീറ്ററെന്നോ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്ററെന്നോ ലെങ്ത് മെൻഷൻ ചെയ്യാതെ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്ത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 1.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ലെങ്ത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ടൈമാണ് പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, കമ്പാരിറ്റീവ് സ്കെയിൽ, സ്കെയിൽ ഓഫ് കോഡ്. ഇതിൽ പ്ലെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ യൂസ് ഫോർ മെഷറിങ് ലീനിയർ മെഷർമെൻറ്റ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ സ്കെയിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ പ്ലെയിൻ സ്കെയിലിൽ 2 യൂണിറ്റിന് റീഡ് ചെയ്യാൻ പറ്റും. പ്ലെയിൻ സ്കെയിലിൽ നമുക്ക് 2 യൂണിറ്റ് റീഡ് ചെയ്യാൻ പറ്റും. ദെൻ ഡയഗണൽ സ്കെയിലിൽ നമുക്ക് 3 യൂണിറ്റ് റീഡ് ചെയ്യാൻ പറ്റും. ദെൻ കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ സെയിം RF ബട്ട് ഡിഫറൻറ്റ് യൂണിറ്റ്. ദെൻ സ്കെയിൽ ഓഫ് കോഡ് യൂസ്ഡ് ഫോർ മെഷറിങ് ആംഗിൾസ് മെഷർ ചെയ്യാനാണ് സ്കെയിൽ ഓഫ് കോഡ് ഉപയോഗിക്കുന്നത്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 20 മിനിറ്റ്സ്. സ്കെയിൽ ഓഫ് കോഡിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 20 മിനിറ്റ്സ്. നിങ്ങളിതെല്ലാം ഈ ഒരു ടൈം ഇപ്പോൾ ഏത് ടോപ്പിക് എടുത്താലും ഇപ്പോഴും നമ്മുടെ കേരള PSC കണ്ടുവരുന്ന ഒരിതാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ
നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ അതൊരു വാക്യം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പോലെ കാണാതെ പഠിച്ച് വയ്ക്കാതെ അത് എന്താണെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ഓർമ്മയിൽ വെച്ചിരിക്കുക. നമുക്ക് ക്ലാസ് തുടരാം. അപ്പോൾ പ്ലെയിൻ സ്കെയില്, ഡയഗണൽ സ്കെയില്, കമ്പാരിറ്റീവ് സ്കെയില്, സ്കെയിൽ ഓഫ് കോഡ്. ദെൻ നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് സ്കെയിൽ സെറ്റ്. എഞ്ചിനീയറിംഗ് സ്കെയിൽ സെറ്റ്. എഞ്ചിനീയറിംഗ് സ്കെയിൽ സെറ്റിൻ്റെ IS സ്കോർ നമുക്കറിയാം 10,713 10,713 ആണ്. നമ്മുടെ BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് 8 സെറ്റ് സ്കെയിൽ സെറ്റാണ് നമുക്കുള്ളത്. M1, M2, M3, M4, M5, M6, M7, M8. M1-ൻ്റെത് 1:1:2, 1:2, M2 1:2.5 1:5, M3 1:10 1:20, M4 1:52 1:100, M5 1:200 1:500, M6 1:300 1:600, M7 1:400 1:800, M8 1:1000 1:2000. അപ്പോൾ ഇത് നിങ്ങൾ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ച് വെച്ചിരിക്കുക. ഓക്കെ. ദെൻ അടുത്ത് നമുക്ക് ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് മിനി ഡ്രാഫ്റ്റർ. ഡിപ്ലോമ പഠിച്ചിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മിനി ഡ്രാഫ്റ്റർ എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ ഫോം ഓഫ് ഡ്രാഫ്റ്റിംഗ് മെഷീനെയാണ് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. T-2, Z-2, പ്രൊട്രാക്ടർ ആൻഡ് പ്ലെയിൻ സ്കെയിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മളെന്തോ പറയുന്നത് മിനി ഡ്രാഫ്റ്റർ. T-2, Z-2, പ്രൊട്രാക്ടർ ആൻഡ് പ്ലെയിൻ സ്കെയിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷനെയാണ് മിനി ഡ്രാഫ്റ്റർ എന്ന് പറയുന്നത്. ദെൻ കോമ്പസ് ടു ഡ്രോ സർക്കിൾ ആൻഡ് ആർക്ക് ഓഫ് സർക്കിൾ. കോമ്പസ് നമുക്കറിയാം സർക്കിൾസ് വരയ്ക്കാനും ആർക്ക് ഓഫ് സർക്കിൾസ് വരയ്ക്കാനുമാണ് നമ്മൾ കോമ്പസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കുറച്ച് ടൈപ്സ് ആണ്. ആദ്യത്തേത് ലാർജ് ബോ കോമ്പസ്. 20 സെൻറ്റിമീറ്റർ വരെയുള്ള റേഡിയസ് ഉള്ള സർക്കിൾസ് വരയ്ക്കാനാണ് ലാർജ് ബോ കോമ്പസ് ഉപയോഗിക്കുന്നത്. 20 സെൻറ്റിമീറ്റർ റേഡിയസിനേക്കാളും കൂടിപ്പോയാൽ നമ്മൾ ആ കോമ്പസിൽ ഒരു ലെങ്തനിങ് ബാർ നമ്മൾ കണക്ട് ചെയ്യും. സോ ടു ഡ്രോ സർക്കിൾസ് റേഡിയസ് അപ് ടു 20 സെൻറ്റിമീറ്റർ റേഡിയസ് വരെയുള്ള സർക്കിൾസ് വരയ്ക്കാൻ നമ്മൾ ലാർജ് ബോ കോമ്പസ് ഉപയോഗിക്കും. റേഡിയസ് ഗ്രേറ്റർ ദാൻ 20 സെൻറ്റിമീറ്റർ ആയാൽ നമ്മൾ അഡീഷണൽ ഒരു ലെങ്തനിങ് ബാർ കണക്ട് ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. ദെൻ സ്മാൾ ബോ കോമ്പസ് ഓർ സ്പ്രിംഗ് ബോ കോമ്പസ്. സ്മാൾ ബോ കോമ്പസ് അല്ലെങ്കിൽ സ്പ്രിംഗ് ബോ കോമ്പസ് അത് യൂസ്ഡ് ടു ഡ്രോ സർക്കിൾസ് ഓഫ് റേഡിയസ് അപ് ടു 2.5 സെൻറ്റിമീറ്റർ. 2.5 സെൻറ്റിമീറ്റർ റേഡിയസ് വരെയുള്ള സർക്കിൾസ് വരയ്ക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് സ്മാൾ ബോ കോമ്പസ് അല്ലെങ്കിൽ സ്പ്രിംഗ് ബോ കോമ്പസ് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്തൊരു പോയിന്റ് യൂസ്ഡ് ടു ഡ്രോ ലാർജ് നമ്പർ ഓഫ് സർക്കിൾസ് ഓഫ് സെയിം റേഡിയസ് ഉള്ള ലാർജ് നമ്പർ ഓഫ് സർക്കിൾസ് വരയ്ക്കാൻ നമുക്ക് ഈ സ്മാൾ ബോ അല്ലെങ്കിൽ സ്പ്രിംഗ് ബോ കോമ്പസ് യൂസ് ചെയ്യാം. ദെൻ ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ഡ്രോ സർക്കിൾസ് വിത്ത് വെരി സ്മോൾ റേഡിയസ് ഉള്ള സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തൊരു നിമിയിലുള്ള ഒരു പോയിന്റാണ് ബോ പെൻസിൽ ആൻഡ് ബോ പെൻ കോമ്പസസ് ആർ യൂസ്ഡ് ഫോർ സർക്കിൾസ് ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ. അതായത് ബോ പെൻസിൽ ആൻഡ് ബോ പെൻ കോമ്പസ് യൂസ്ഡ് ഫോർ സർക്കിൾസ് ഓഫ് റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിൾസ് വരയ്ക്കാനായിട്ട് ബോ പെൻസിൽ ഉപയോഗിക്കും, ബോ പെൻ കോമ്പസും ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് അവിടുത്തെ പോയിന്റ്. ദെൻ നമുക്കറിയാം ഡിവൈഡർ നമുക്കറിയാം ഒരു ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഒരു സ്കെയിലിൽ നിന്ന് ഡ്രോയിങ് ഷീറ്റിലോട്ട് ഡയമെൻഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഡിവൈഡർ ഉപയോഗിക്കും. അല്ലെങ്കിൽ ഒരു കർവ്ഡ് ലൈനെയോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈനെയോ ഈക്വൽ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യാനും നമ്മൾ ഡിവൈഡർ ഉപയോഗിക്കും. ഡിവൈഡിങ് കർവ്ഡ് ഓർ സ്ട്രെയിറ്റ് ലൈൻസ് ഇൻറ്റു എനി നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. ഒരു സ്ട്രെയിറ്റ് ലൈനെയോ അല്ലെങ്കിൽ ഒരു കർവിനെയോ ഒരു
കുറച്ച് നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഡിവൈഡർ യൂസ് ചെയ്യും. ദെൻ ട്രാൻസ്ഫറിങ് ഡയമെൻഷൻസ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ ഡ്രോയിങ് ടു അനദർ പാർട്ട്. ഡ്രോയിങ്ങിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊന്നിലോട്ട് നമ്മൾ ഡയമെൻഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഡിവൈഡർ ഉപയോഗിക്കും. സെറ്റിംഗ് ഡയമെൻഷൻസ് ഫ്രം സ്കെയിൽ ടു ദ ഡ്രോയിങ്. സ്കെയിലിൽ നിന്ന് ഡ്രോയിങ്സിലോട്ട് നമ്മൾ ഡയമെൻഷൻസ് സെറ്റ് ചെയ്യാൻ ഡിവൈഡർ യൂസ് ചെയ്യും. ഇതും രണ്ട് തരമുണ്ട്. സ്മാൾ ബോർഡ് ഡിവൈഡർ ഉണ്ട്, ലാർജ് ബോർഡ് ഡിവൈഡർ ഉണ്ട്. സ്മാൾ ബോർഡ് ഡിവൈഡർ അപ് ടു 2.5 സെൻറ്റിമീറ്റർ വരെയും ലാർജ് ബോർഡ് ഡിവൈഡർ ഗ്രേറ്റർ ദാൻ 2.5 സെൻറ്റിമീറ്റർ വരെയുമാണ്. അതൊക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നോട്ട്സ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ദെൻ നമുക്ക് പെൻസിൽ നമ്മൾ വരയ്ക്കുന്ന പെൻസിൽ, ഡ്രോയിങ് പെൻസിൽ നമുക്കറിയാം. പ്രധാനമായിട്ടും രണ്ട് തരം പെൻസിലുണ്ട്. വുഡൻ പെൻസിലുണ്ട്, മെക്കാനിക്കൽ പെൻസിലുണ്ട്. വുഡൻ പെൻസിലുണ്ട്, മെക്കാനിക്കൽ പെൻസിലുണ്ട്. വുഡൻ പെൻസിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് പെൻസിൽ. മെക്കാനിക്കൽ ക്ലച്ച് പെൻസിൽ സെമി ഓട്ടോമാറ്റിക്കൽ പെൻസിലാണ്. അത് കുറച്ച് പ്രൊഫഷണൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന പെൻസിലാണ്. ഓക്കെ, അതുപോലെ ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് പെൻസിലിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഹെക്സഗണലാണ്. ദ ക്രോസ് സെക്ഷണൽ ഷേപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് പെൻസിൽ എന്ന് പറയുന്നത് ഹെക്സഗണലാണ്. ഇനി പെൻസിലിന് ഓരോ ഗ്രേഡ്സ് ഉണ്ട്. അതായത് 2B അല്ലെങ്കിൽ 9B, 2H, HB അങ്ങനെ ഓരോ ഗ്രേഡ്സ് ഉണ്ട്. ഈ പെൻസിൽസ് ആർ ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദ ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് ദ ലെഡ്. പെൻസിൽസ് ആർ ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദ ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് ദ ലെഡ്. ലെഡിൻ്റെ സോഫ്റ്റ്നെസ് വെച്ചിട്ടോ ലെഡിൻ്റെ ഹാർഡ്നെസ് വെച്ചിട്ടോ പെൻസിൽസിന് ഗ്രേഡ് ചെയ്തിരിക്കുന്നു. ഡ്രോയിങ് പെൻസിൽസ് ആർ ഡെസിഗ്നേറ്റഡ് ബൈ 18 ഗ്രേഡ്. 18 ഗ്രേഡ് ഉണ്ട്. ഡ്രോയിങ് പെൻസിൽസിൽ പ്രധാനമായിട്ടും 18 ഗ്രേഡ് പെൻസിലുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 9H, 8H, 7H, 6H, 5H, 4H, 3H, 2H, H, F, HB, B, 2B, 3B, 4B, 5B, 6B, 7B. ഇത്രയാണ് ഗ്രേഡ്സ് ഓഫ് പെൻസിൽ. ഇതിൽ നമ്മൾ ഇതിൽ ഒരു കാര്യം, B എന്ന് പറയുന്നത് ബ്ലാക്ക്നെസ്സിനെയും HB എന്ന് പറയുന്നത് മിഡ് ഗ്രേഡ് അല്ലെങ്കിൽ മീഡിയം സോഫ്റ്റ് എന്നൊക്കെ പറയാം. F ഫൈൻനെസ്, H ഹാർഡ്നെസ്. ഇത്രയാണ് ആ ലെറ്റേഴ്സ് സൂചിപ്പിക്കുന്നത്. ദെൻ എഞ്ചിനീയറിംഗ് പർപ്പസിന് നമ്മൾ H and 2H പെൻസിൽസ് ആണ് ഉപയോഗിക്കുന്നത്. എഞ്ചിനീയറിംഗ് പർപ്പസിന് H and 2H പെൻസിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ Hൻ്റെ വാല്യൂ ഇങ്ങോട്ട് വരുന്നതോറും Hൻ്റെ വാല്യൂ കൂടി വരുന്നു. അപ്പോൾ Hൻ്റെ വാല്യൂ കൂടി വരുന്നതോറും ഹാർഡ്നെസ് അല്ലെങ്കിൽ ലൈറ്റ്നെസ് കൂടി വരും. ഹാർഡ്നെസ് ആൻഡ് ലൈറ്റ്നെസ് കൂടി വരും. അപ്പം നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ബിയുടെ വാല്യൂ ആണ് കൂടി വരുന്നത്. ബിയുടെ വാല്യൂ കൂടി വരുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് സോഫ്റ്റ്നെസ് ആൻഡ് ഡാർക്ക്നെസ് കൂടി വരുന്നതാണ് ബിയുടെ വാല്യൂ ഇൻക്രീസ് ആയി വരുന്നത്. ദെൻ ഇവിടെ HB എന്നൊരു ഇത് കണ്ടു, ഗ്രേഡ് പെൻസിൽ കണ്ടു. HB നമ്മൾ ഉപയോഗിക്കുന്നത് സ്കെച്ചിങ് പർപ്പസിനാണ്. HB ഉപയോഗിക്കുന്നത്. ദെൻ H പെൻസിൽ ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻസ് വരയ്ക്കാനും വിസിബിൾ ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, യൂസ് ഇൻ കോമ്പസ്, ആരോസ്, ബൗണ്ടറി ലൈൻ, ഫിനിഷിംഗ്, ഇതിനൊക്കെയാണ് H എന്ന പെൻസിൽ ഉപയോഗിക്കുന്നത്. 2H ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു ഡ്രോ കൺസ്ട്രക്ഷൻ ലൈൻ, ഡയമെൻഷൻ ലൈൻ, സെക്ഷൻ ലൈൻ, സെൻറ്റർ ലൈൻ, ഇതിനൊക്കെയാണ് നമ്മൾ 2H എന്ന പെൻസിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന യൂസ് എല്ലാം നമ്മൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഡ്രോയിങ് ഷീറ്റിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് H and 2H പെൻസിൽസ് ആണ്. അതിൻ്റെ യൂസാണ് നമ്മൾ ഈ ഭാഗത്ത് കണ്ടത്. ഓക്കെ, അടുത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ലെഡ്. 4 ടൈപ്സ് ലെഡ് നമുക്ക് പഠിക്കാനുണ്ട്. ബിവൽ, സിസൽ അല്ലെങ്കിൽ വെഡ്ജ്, കോണിക്കൽ, സിലിണ്ടറിക്കൽ. ബിവൽ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഇൻ കോമ്പസ്. നമ്മൾ കോമ്പസിൽ വരയ്ക്കുമല്ലോ പെൻസിൽ, ആ പെൻസിലിൻ്റെ ലെഡ് എന്ന് പറയുന്നത് ബിവൽ ഷേപ്പ് ആയിരിക്കും. അതായത് അതിൻ്റെ ലെഡ് ഏകദേശം ഇങ്ങനെ ചരിഞ്ഞൊക്കെ വരും. അതാണ് ബിവൽ ഷേപ്പ്. ദെൻ ചിസൽ ഓർ വെഡ്ജ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഡ് ഏകദേശം ഈ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. അതാണ് ചിസൽ ഓർ വെഡ്ജ് ഷേപ്പ്. അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനാണ് ചിസൽ ഓർ വെഡ്ജ് ഷേപ്പ് ലെഡ് ഉപയോഗിക്കുന്നത്. ചിസൽ ഓർ വെഡ്ജ് ഷേപ്പ് ലെഡ് ഉപയോഗിക്കുന്നത്. ദെൻ കോണിക്കൽ, ലെറ്ററിങ് ഡയമെൻഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് കോണിക്കൽ ഷേപ്പ് ലെഡുള്ള
പെൻസിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സ്കെച്ചിങ് ആൻഡ് ഷെയ്ഡിങ്ങിനാണ് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള പെൻസിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സിലിണ്ട്രിക്കൽസ്. അതേപോലെ കോണിക്കൽ ഇത് തന്നെയാണ് കോണിക്കൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് ലെഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ബാക്കി കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇറേസർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇറേസർ നമുക്കറിയാം, ടു റിമൂവ് അൺവാണ്ടഡ് ലൈൻസ് ആണ്. ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാൻ ഇറേസർ ഉപയോഗിക്കുന്നു. ദെൻ ഇറേസിങ് ഷീൽഡ്, ടു ഇറേസ് അൺവാണ്ടഡ് സ്പോട്ട് ഓർ ലൈൻസ് വിത്തൗട്ട് ഇറേസിങ് അതർ ലൈൻസ് ഓർ നിയർ ബൈ ലൈൻസ്. ഇറേസിങ് ഷീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റിമൂവ് ചെയ്യേണ്ട ആ ഒരു പോർഷന് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ള പോർഷൻസൊക്കെ ഒന്ന് മറച്ച് വെച്ചിട്ട്, അപ്പോൾ അതായത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാഞ്ഞു പോകാതെ നമുക്ക് ഏത് ഭാഗമാണ് റിമൂവ് ചെയ്യേണ്ട അത്രയും പോർഷൻ മാത്രം റിമൂവ് ആക്കാൻ പറ്റുന്ന ഇതിനെയാണ് ഇറേസിങ് ഷീൽഡ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റെൻസിൽസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ലെറ്ററിങ് പർപ്പസ്. ലെറ്ററിങ് ഒക്കെ നമ്മൾ ലെറ്ററിങ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷേപ്പിലും ആ ഒരു ആക്യുറസിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെൻസിൽസ് ഉപയോഗിക്കുന്നത്. ലെറ്ററിങ് പർപ്പസിനാണ് സ്റ്റെൻസിൽസ് യൂസ് ചെയ്യുന്നത്. ദെൻ ടെംപ്ലേറ്റ്, യൂസ്ഡ് ഫോർ ഡ്രോയിങ് സ്റ്റാൻഡേർഡ് ഷേപ്പ് ആൻഡ് ഫിഗേഴ്സ്. സ്റ്റാൻഡേർഡ് ഷേപ്പ് ആൻഡ് ഫിഗേഴ്സ് ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്നതിനാണ് ടെംപ്ലേറ്റ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ ഡ്രോയിങ് സ്റ്റാൻഡേർഡ് ഷേപ്സ് ആൻഡ് ഫിഗർ. ദെൻ ഫ്രഞ്ച് കർവ് യൂസ്ഡ് ടു ഡ്രോ ഇറഗുലർ കർവ് ഓർ സ്മൂത്ത് കർവ് വിച്ച് കനോട്ട് ബി ഡ്രോൺ ബൈ കോമ്പസ് വരയ്ക്കാൻ പറ്റാത്ത ഇറഗുലർ കർവോ അല്ലെങ്കിൽ സ്മൂത്ത് കർവോ വരയ്ക്കാനാണ് ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചതായിട്ട് ഓർമ്മ വരുന്ന പോയിന്റുകൾ കുറച്ചെടുത്ത് പറയുന്നതേ ഉള്ളൂ. ഇറഗുലർ കർവ് വരയ്ക്കാൻ അല്ലെങ്കിൽ സ്മൂത്ത് കർവ് വരയ്ക്കാൻ ഏതാണ് ഉപയോഗിക്കുന്നത്? ഫ്രഞ്ച് കർവ്. ദെൻ ഫ്ലെക്സിബിൾ കർവ് യൂസ്ഡ് ടു ഡ്രോ സ്മൂത്ത് കർവ് പാസിംഗ് ത്രൂ എനി ഗിവൺ പോയിന്റ്. ഏതെങ്കിലും കുറച്ച് പോയിന്റുകൾ തന്നിട്ട് അതിലൂടെ നമ്മളൊരു സ്മൂത്ത് കർവ് പാസ് ചെയ്ത് പോകുന്നു എന്നത് അത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സിബിൾ കർവ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു ഡ്രോ കർവ് ഓഫ് എനി ഷേപ്പിലുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ഫ്ലെക്സിബിൾ കർവ് വെച്ചിട്ട് നമുക്ക് കർവ് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഈ ഒരു ക്ലാസ്സിൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് നമുക്ക് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ലൈൻസ് എന്ന ടോപ്പിക്കാണ്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.